ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാഠഭാഗമെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പേജ് നമ്പർ 9ലുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈ ആർ റിക്കീസ് ഹാബിറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? എന്തുകൊണ്ടാണ് റിക്കിയുടെ ഹാബിറ്റിനെ അല്ലെങ്കിൽ സ്വഭാവത്തെ സ്ലോവൻലി എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു മോശപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ എല്ലാ സാധനങ്ങളും അവിടെയും ഇവിടെയും ഒക്കെ ഇടുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് അവനെ സ്ലോവൻലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹൗസ് ഹോൾഡ് ചോസ് ഡിഡ് ദ ബട്ട്ലർ റോബർട്ട് ടേക്ക് ഓവർ? എന്തൊക്കെ വീട്ടിലെ കാര്യങ്ങളാണ് ബട്ട്ലർ റോബർട്ട് ചെയ്തിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, അത് വന്നതിന് ശേഷം. ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. എന്തൊക്കെയാണ്? കുക്കിംഗ്, ക്ലീനിങ്, അയണിങ് ഇതെല്ലാം ചെയ്തിരുന്നു. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരുന്നത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിക്കിയുടെ ക്ലോത്ത്സ് ഒക്കെ ഫ്ലോറിൽ നിന്ന് എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലായിട്ട് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? എന്തുകൊണ്ടാണ് ഓതർ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞത്? എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫ്രേസ് caught red-handed means to catch a person in the act of doing something wrong. ഒരാൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, റോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് ഈ ഫ്രേസ് നമ്മൾ ഉപയോഗിക്കാറ്. ഹിയർ റിക്കീസ് മിസ് അണ്ടർസ്റ്റുഡ് റോബർട്ട്. ഇവിടെ എന്താണ്? റിക്കി നമ്മുടെ റോബർട്ടിനെ മിസ് അണ്ടർസ്റ്റുഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റോബർട്ട് സ്റ്റോളൻ ഹിസ് ടീഷർട്ട്. അവൻ വിചാരിക്കുന്നത് റോബർട്ട് അവൻ്റെ റെഡ് ടീഷർട്ട് എടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ടീഷർട്ട് എടുത്തു എന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പേഴ്സൺ ഒരു മിസ് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കോട്ട് ഹാൻഡഡ് എന്ന് പറയാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. വാട്ട് ഡസ് ദ റോബോട്ട് മീൻ? ഞാൻ അത് അത്രയും ബോദർ ചെയ്തില്ല സാറേ എന്ന് പറയുന്നുണ്ട്. ആരാ പറയുന്നത്? റോബർട്ടാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ റോബർട്ട് ഹാഡ് സീൻ റിക്കീസ് തിങ്സ് ലേയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. റോബർട്ട് എപ്പോൾ നോക്കുമ്പോഴും റിക്കിയുടെ എല്ലാ തിങ്സും ഫ്ലോറിലാണ് കിടക്കുന്നത്. റോബർട്ട് തോട്ട് ദാറ്റ് ഹി ഡിഡ് നോട്ട് നീഡ് ദം. അപ്പോൾ റോബർട്ട് വിചാരിച്ചു ഇതൊന്നും ഇയാൾക്ക് ആവശ്യമില്ല, റിക്കിക്ക് ആവശ്യമില്ല എന്ന് വിചാരിച്ചു. റോബർട്ട് ഈസ് പ്രോഗ്രാമിംഗ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളത് റോബോട്ടിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അറ്റ് നൈറ്റ് റോബോട്ട് സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. അങ്ങനെ രാത്രിയിൽ മറ്റുള്ള ആളുകൾക്ക് അത് ഉപയോഗമാണെങ്കിൽ അത് അവിടെ എത്തിച്ചു കൊടുക്കുക എന്നതും റോബോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു റോബോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്താണ് റിക്കി പറഞ്ഞത് ഇതെല്ലാം മിസ് പ്രോഗ്രാമിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാദറിൻ്റെ അടുത്തും മദറിൻ്റെ അടുത്തും ഒക്കെ ഫൈറ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ റോബോട്ട് പറയുന്നത് സാറേ എനിക്കിതിനെ കുറിച്ചിട്ട് ഞാൻ ബോധറല്ല എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? റിക്കിയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിക്കി ഫീൽ അഷെയിംഡ് ആൻഡ് റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കിക്ക് ഒരു ലജ്ജ തോന്നുകയും അതിനുശേഷം റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറുകയും ചെയ്യുമെന്നാണ് റിക്കിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. നമ്മുടെ സാധനങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് റിക്കി ശരിക്കും കെയർ ആവുകയാണ് ചെയ്യുന്നത്. ഹി കെപ്റ്റ് ദം ടൈഡി. എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ തന്നെ അടക്കി ഒതുക്കി വെക്കാനും അവന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് These are some of the events that are described in the story. Read them carefully. താഴെ തന്നിരിക്കുന്നത് നമ്മൾ പഠിച്ച ഈ സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റ്സ് ആണ്. അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. അതിനെ ഒരു ഓർഡർ ആക്കിയിട്ട് ഇവിടെ എഴുതുകയും വേണം.
അതിനുശേഷം റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് എബവ്. ഈ ഇവൻറ്റ്സ് അറേഞ്ച് ചെയ്ത് എഴുതിയതിന് ശേഷം അതിനെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ടും നിങ്ങൾ എഴുതണം. അപ്പോൾ 2 തവണ എഴുതണം. ഒന്ന് ഇവിടെയും പോയിന്റ്സ് ആക്കി എഴുതണം, നെക്സ്റ്റ് ഇവിടെ പാരഗ്രാഫായിട്ടും എഴുതണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്താണെന്ന് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് വരുന്നത് രണ്ടാമത്തേതാണ്. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. ഓക്കെ, റിക്കിയുടെ പാരൻസ് ഒരു ബട്ട്ലർ റോബോട്ടിനെ പർച്ചേസ് ചെയ്തു എന്നുള്ളത്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഫോർത്ത് വൺ ആണ്. റിക്കീസ് മദർ ഗീവ്സ് ഹിം ചോസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. റിക്കിയുടെ മമ്മ അവനക്ക് വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുത്തു. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സെവൻത്ത് വൺ ആണ്. റിക്കി വേക്ക് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അവൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ റൂമെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ക്ലീൻ ആയിട്ടും ടൈഡി ആയിട്ടും ഒക്കെ ഇരിക്കുന്നതായിട്ട് അവൻ കണ്ടു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ്. റിക്കി സെർച്ച് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി അതിൻ്റെ മിസ്സായിട്ടുള്ള ടീഷർട്ടും അതുപോലെ തന്നെ ഫുട്ബോളും തിരഞ്ഞു. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 8th ആണ്. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. എന്താണ്, റിക്കി ബട്ട്ലർ റോബോട്ടിനെ ഫോളോ ചെയ്തു ഇതെങ്ങനെയാണ് അവന് എടുത്തത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി 6th വൺ 9th വൺ തന്നെയാണ്. റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. റിക്കി നമ്മുടെ റോബോട്ടിനെ കയ്യോടെ പിടികൂടുകയും ചെയ്തു. ഇനി 7th വൺ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചിട്ട് റിക്കി തൻ്റെ പാരൻസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 10th വൺ ആണ്. റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കിക്ക് വളരെയധികം ലജ്ജ തോന്നി എങ്ങനെയാണ് അവൻ അവൻ്റെ സാധനങ്ങളെയെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട്. 9th വൺ 5th വൺ ആണ്. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. ദെൻ ലാസ്റ്റ് വൺ, റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി തീരാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഈ ഓർഡർ പ്രകാരം കൂട്ടുകാർ ഇവിടെ എഴുതി കൊടുക്കുക. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 10th വണ്ണും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ളത് പറഞ്ഞതനുസരിച്ച് ഇവിടെ എഴുതി കൊടുക്കുക. ദെൻ ഇവിടെ പാരഗ്രാഫായിട്ടും നിങ്ങൾ എഴുതുക. സെയിം തന്നെ പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് സെക്കൻഡ് ആക്ടിവിറ്റി ആണ്. വി സോ എ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദ എൻഡ്. ലാസ്റ്റ് നമുക്ക് നമ്മുടെ റിക്കിയുടെ സ്വഭാവത്തിൽ പല ചേഞ്ചസും വന്നതായിട്ട് നമുക്ക് കണ്ടു അല്ലേ. റിക്കി ആളാകെ മാറുന്നതായിട്ട് നമുക്ക് കണ്ടു. റൈറ്റ് ദം ബിലോ. അപ്പോൾ താഴെ അതൊന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. എന്താണ് ബിഫോർ എങ്ങനെയായിരുന്നു റിക്കി, ആഫ്റ്റർ എങ്ങനെയാണെന്ന്. ആദ്യം എങ്ങനെയായിരുന്നു, പിന്നെ അതിന് ശേഷം എൻഡ് എത്തിയപ്പോഴേക്കും റിക്കി എങ്ങനെയൊക്കെയാണ് മാറിയത് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ബിഫോർ എന്നതിൽ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. റിക്കി എന്ന് പറയുന്നത് വളരെ മെസ്സി ആയിട്ടും അതുപോലെ തന്നെ വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ എന്തൊക്കെ എഴുതാം? ഹി വാസ് വെരി ലേസി അല്ലേ, വെരി ലേസി ആയിരുന്നു. ഹി ഡിഡൻറ്റ് ഹെൽപ്പ് മദർ ഇൻ ഹെർ ഹൗസ് ഹോൾഡ് ചോസ്. വീട്ടിലെ കാര്യങ്ങളിലൊന്നും റിക്കി ഹെൽപ്പ് ചെയ്യാറില്ല. ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ ഹൗസ്. വീട്ടിലെല്ലായിടത്തും അവൻ്റെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിടുന്ന സ്വഭാവമായിരുന്നു. ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാഡ്. എന്താണോ അവനക്കുള്ളത് അതിലൊന്നും അവന് ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഇനി ആഫ്റ്റർ ആണെങ്കിലോ, റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അതിനുശേഷം റിക്കി വളരെയധികം കെയർഫുൾ ആയിരുന്നു അവൻ്റെ സാധനങ്ങളെ കുറിച്ചിട്ട്. റിക്കി ബിക്കംസ് എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. റിക്കി എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബോയ് ആയിട്ട് മാറി. റിക്കി ബിഗൻ ടു ഹെൽപ്പ് പുവർ പീപ്പിൾ. അതുപോലെ തന്നെ റിക്കി പുവർ ആയിട്ടുള്ള ആളുകളെ സഹായിക്കാനും തുടങ്ങി. റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. പണ്ട് എങ്ങനെയാണ് അവൻ്റെ സാധനങ്ങളെ അവന് ട്രീറ്റ് ചെയ്തിരുന്നത് എന്ന് ആലോചിച്ചിട്ട് അവൻ വളരെയധികം ലജ്ജ തോന്നിയിരുന്നു. ദെൻ റിക്കി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാവ്. എന്താണോ അവനക്കുള്ളത് അതിലവന് സാറ്റിസ്ഫൈഡ് ആവാനും തുടങ്ങി. അപ്പോൾ ഇതാണ് ബിഫോർ ആഫ്റ്റർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ. റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. അങ്ങനെ നമ്മുടെ റിക്കിയുടെ ഫ്രണ്ടായിട്ടുള്ള റോബിൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നു എന്നത് പറയുകയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അങ്ങനെ റിക്കിയും റോബിനും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ റിക്കി ചോദിക്കുകയാണ്, നമ്മുടെ റോബിൻ്റെ അടുത്ത് പറയാണ്, ഹേയ് യു വോണ്ട് ബിലീവ്
വാട്ട് ദ റോബോട്ട് ഡിഡ് ഇൻ ദ ഹോം ബോട്ട് മൈ ഫാദർ. നിനക്കറിയോ എൻ്റെ വീട്ടിൽ റോബോട്ട് എന്തൊക്കെയാണ് ചെയ്തത്, എൻ്റെ ഫാദർ വാങ്ങിക്കൊണ്ട് വന്നത് എന്ന് പറയാണ്. അപ്പോൾ റോബിൻ ചോദിക്കുക എന്താവും, ഈസ് ഇറ്റ്, ശരിയാണോ? റിക്കി പറയും ഹി ഡിഡ് ടു എവ്രി ഹൗസ് ഹോൾഡ് ചോഴ്സ്. അത് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഐ വാസ് വെരി കെയർലെസ് അബൌട്ട് മൈ ബിലോങ്ങിങ്സ്. ഞാൻ എൻ്റെ സാധനങ്ങളിൽ വളരെയധികം കെയർലെസ് ആണ്, ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. ത്രൂ ദ തിങ്സ് ഹിയർ ആൻഡ് ദർ, ഞാനതൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ വലിച്ചെറിയുന്ന സ്വഭാവമാണ്. ബട്ട് ഐ വണ്ടർ വെൻ ഐ സീ ദ റോബോട്ട് ക്ലീൻഡ് മൈ റൂം. പക്ഷേ റോബോട്ട് എൻ്റെ റൂം ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വളരെയധികം വണ്ടറായി, അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ റോബിൻ ചോദിക്കുകയാണ്, റിയലി, ശരിക്കും? വാട്ട് എ വണ്ടർഫുൾ ഡിവൈസ്, എന്ത് വണ്ടർഫുൾ ആയിട്ട്, എന്ത് അത്ഭുതകരമായിട്ടുള്ള ഒരു ഉപകരണമാണല്ലേ എന്ന് പറയാണ്. അപ്പോൾ റിക്കി പറയും അബ്സല്യൂട്ട്ലി നോട്ട്, പക്ഷെ അത്രയൊന്നും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് പ്രോഗ്രാംഡ് വെൽ. അത് ശരിക്കും പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്ന് പറയാണ്. റോബിൻ ചോദിക്കുകയാണ് വാട്ട്, എന്ത്, യു മീൻ മിസ് പ്രോഗ്രാംഡ്, എന്താ നീ പറയുന്നത്, മിസ് പ്രോഗ്രാംഡ് ആണെന്നോ? വാട്ട് ഹാപ്പൻ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റിക്കി പറയാണ് ഐ നോട്ടീസ് ദ റോബോട്ട് സ്റ്റോൾ മൈ ക്ലോത്ത്സ്. എന്താണ്, റോബോട്ട് എൻ്റെ ക്ലോത്ത്സ് ഒക്കെ കട്ടെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ബട്ട് മൈ ഫാദർ ഡിസഗ്രീഡ് ടു ഗെറ്റ് റൈറ്റ് ഓഫ് ദ റോബോട്ട്. പക്ഷെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഫാദർ അതൊക്കെ ഡിസഗ്രി ചെയ്തു, അതൊന്നും സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഫൈനലി ഐ അണ്ടർസ്റ്റുഡ് ദ റോബോട്ട് ഈസ് പ്രോഗ്രാംഡ് മാക്സിമം എഫിഷ്യൻസി. പക്ഷേ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഈ റോബോട്ട് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിലാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്നും എനിക്ക് മനസ്സിലായി. റോബിൻ പറയാണ് ഹോ വണ്ടർഫുൾ. റിക്കി ലൈക്ക് ദ റോബോട്ട് ഐ വിൽ ബി എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. എന്താണ്, ഇപ്പം ഞാനും ഈ റോബോട്ടിനെ പോലെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബോയ് ആവാൻ ശ്രമിക്കുകയാണ്. റോബിൻ പറയാണ് മീ ടു, ഞാനും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, റോബിനും റിക്കിയും തമ്മിൽ നടക്കാനിടയുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം നമുക്ക്. റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. ഇത് സ്റ്റോറിയിലെ ഒരു പാട്ടാണ്, അത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫാദർ പറയാണ് എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പോൾ റിക്കി എന്താ പറയുന്നത്, ഐ ഡോണ്ട് തിങ്ക് സോ, ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എന്താണ്, അച്ഛൻ പറയാണ് ഈ റോബോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നീ നോക്ക്. റിക്കി പറയാണ് എനിക്കങ്ങനെ നല്ല കാര്യമൊന്നും തോന്നുന്നില്ല, അത് നല്ലതിനേക്കാൾ ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫാദർ പറയാണ് യു ആർ റോങ്, നീ പറഞ്ഞത് ശരിയല്ല റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ റിക്കി എന്താ പറയുന്നത്, ഐ കാണ്ട് എഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങളുമായിട്ട് യോജിക്കാൻ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർലി പ്രോഗ്രാംഡ്. ഒരു റോബോട്ട് ശരിക്കല്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. പിക്ക് ഔട്ട് എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെൻറ്റ്. ഇതിൽ ഡിസഗ്രിമെൻറ്റ് അഥവാ നെഗറ്റീവായിട്ട് പറയുന്ന എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, സെക്കൻഡ് വൺ ഐ ഡോണ്ട് തിങ്ക് സോ, അതൊരു ഡിസഗ്രിമെൻ്റ് ആണല്ലേ. ഐ ഡോണ്ട് തിങ്ക് സോ. അതുപോലെ തന്നെ ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്, നല്ലതിനേക്കാൾ ചീത്തതാതും ചെയ്യുന്നത് എന്നതും ഒരു ഡിസഗ്രിമെൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. അതുപോലെ ഐ കാണ്ട് എഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങളുമായിട്ട് യോജിക്കാൻ പറ്റില്ല. ദെൻ എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ഡിസഗ്രിമെൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്. എന്താണ് അഞ്ജുവും അതുലും റോബോട്ടിനെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുൽ പറയാണ് ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം, ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കനോട്ട്. എന്താണ്, എനിക്ക് തോന്നുന്നത് റോബോട്ട് എന്ന് പറയുന്നത് വളരെയധികം നല്ല ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് അല്ലേ. ഇനി അപ്പോൾ ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ആൻഡ് ഹ്യൂമൻ കനോട്ട്. എന്താണ്, മനുഷ്യൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നും നമ്മുടെ അതുൽ പറയാണ്. അപ്പോൾ അഞ്ജു പറയാണ് യെസ് അതുൽ, ശരിയാണ്, നീ പറയുന്നത് ശരിയാണ് അല്ലേ. ഐ അഗ്രി ദേ കാൻ ഡു കൂൾ സ്റ്റഫ്, അതിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടെന്ന് നമ്മുടെ അതുൽ പറയാണ്. അഞ്ജു പറയാണ് അതുലിൻ്റെ അടുത്ത്. അപ്പോൾ അതുൽ പറയാണ് ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാം. റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. 24 മണിക്കൂറും അതിന് ഒരു ടയേർഡും ഇല്ലാതെ ചെയ്യാൻ പറ്റും.
5 പറയാണ് ദാറ്റ്സ് ട്രൂ, ശരിയാണ്. ദേ ക്യാൻ ബി ലൈക്ക് എ സൂപ്പർ ഹെൽപ്പേഴ്സ്, അത് ഒരു സൂപ്പർ ഹെൽപ്പേഴ്സിനെ പോലെയാണ്. എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വേർ ദേ ക്യാൻ മേക്ക് എ തിങ്സ് ഫാസ്റ്റർ. ഫാക്ടറീസിലൊക്കെ ഒരു സാധനങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ അതിനുണ്ടാക്കാൻ പറ്റും. അതിൽ പറയാണ് എക്സാക്ട്ലി. ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ് സീ ഓർ ഔട്ടർ പ്ലേസ്. ഓക്കെ, അതിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്ത്, മനുഷ്യന് പോകാൻ പറ്റാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്തേക്ക് അതിന് പോവാനും സാധിക്കും. 5 പറയാണ് ഐ സീ യുവർ പോയിന്റ്, ശരിയാണ്, നിൻ്റെ പോയിന്റ് ശരിയാണ്. ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ. പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ റോബോട്ടിനെ കൊണ്ടൊന്നും ഇങ്ങനെ ജോബ് എടുപ്പിക്കാത്തത്? യു ഹാവ് എ ഗുഡ് പോയിന്റ് ദർ, ദാറ്റ് ക്യാൻ ബി എ ഡിസ്അഡ്വാൻറ്റേജസ്. എന്താണ്, അതും ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. കാരണം റോബോട്ട് ജോബ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ ആളുകൾക്ക് ജോലി ഉണ്ടാവില്ല അല്ലേ. ബട്ട് ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് എ ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. എന്താണ്, പക്ഷേ അവർക്ക് റോബോട്ടിക്സിൽ ഒരുപാട് ജോബ്സ് ചെയ്യാൻ കഴിയും. 5 ദാറ്റ്സ് ട്രൂ ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്. പക്ഷേ എല്ലാവർക്കും ഈ റോബോട്ടിനെ അഫോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. ദ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. അത് ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ല എക്സ്പെൻസീവാണ്. അതിൽ പറയാണ് ഐ എഗ്രി, ശരിയാണ്. കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. എന്താണ്, ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. പക്ഷേ ഇത് എങ്ങനെയാണ് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. 5 ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. എന്താണ്, അത് ഇതിൻ്റെ വലിയ ഒരു ഗുണം തന്നെയാണ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലീവ്സ് ഇൻ മെനി വേ. റോബോട്ടിനെ ഒരുപാട് തരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ദ സെൻറ്റൻസസ് അബവ് ഷോ എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്. ഇപ്പം നമ്മൾ വായിച്ചിട്ടുള്ള ഈ ഒരു കോൺവെർസേഷനിൽ എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റുമായിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്, അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ സെൻറ്റൻസസ് വിച്ച് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ് ഇൻ ദ ബോക്സ് ബിലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എഗ്രിമെൻറ്റിൽ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഐ അഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. അതിന് കൂളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി വേറെന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൽ പറയാണ് യെസ് അതുൽ ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. അതുപോലെ തന്നെ ഇറ്റ്സ് ട്രൂ, അതും ഒരു എഗ്രിമെൻ്റ് ആണ്. അതുപോലെ എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ശരിക്കും, അതും ഒരു എഗ്രിമെൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ യു ഹാവ് എ ഗുഡ് പോയിന്റ് ദർ, അത് എഗ്രിമെൻറ്റിൽ എഴുതാം. ഐ എഗ്രി കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം, അതും എഴുതാം. ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജസ്. അതുപോലെ റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലീവ്സ് ഇൻ മെനി വേയ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് എഗ്രിമെൻറ്റിൽ എഴുതാം. ഇനി ഡിസഗ്രിമെൻറ്റിൽ വരികയാണെങ്കിൽ ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ്. അതുപോലെ ഐ സീ യുവർ പോയിന്റ് ബട്ട് വാട്ട് അബൌട്ട് റോബോട്ടിക്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ. അതുപോലെ ദാറ്റ്സ് ട്രൂ ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്. ഇതൊക്കെ ഡിസഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അഥവാ അത് വായിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീലിങ്സും കൂടെ ഉണ്ടാവണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിസഗ്രിമെൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, 5th ആക്ടിവിറ്റി ആണ്. ലെറ്റ് us conduct a debate in the class on we cannot live without mobile phones. നമുക്ക് മൊബൈൽ ഫോൺസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒരു ഡിബേറ്റ് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. From 2 groups, Group A can support the argument and Group B can oppose it. ഒരു ഗ്രൂപ്പ് ആ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടും മറ്റൊരു ഗ്രൂപ്പ് അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഒപ്പോസ് ചെയ്തിട്ടുമാണ് നിൽക്കേണ്ടത്. യു മേ ഫിക്സ് എ മോഡറേറ്റർ ഫ്രം ദ ഡിബേറ്റ്. ഈ ഡിബേറ്റിന് ഒരു മോഡറേറ്ററെയും നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ലെറ്റ് us list the important points from the Group A and Group B. ഇതിൽ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും പറയാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് യൂസും ഒന്ന് അബ്യൂസും. ഓക്കെ, യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവും അബ്യൂസായിട്ട് അതിൻ്റെ നെഗറ്റീവുമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിട്ടുണ്ട് ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. പിന്നെന്തൊക്കെ എഴുതാം? മൊബൈൽ ഫോൺസ് അലൗ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എനി വൺ. ഓക്കെ, ആരുമായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദേ പ്രൊവൈഡ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. നമുക്ക് എഡ്യൂക്കേഷണൽ റിസോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺസ് ഓഫർ ന്യൂമറസ് ആപ്പ് ഫോർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓർഗനൈസേഷൻ. പ്രൊഡക്ടിവിറ്റി ആയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യാനൊക്കെ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ലഭ്യമാണ്. ദേ എൻഹാൻസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ബൈ എനാബിളിംഗ് ക്വിക്ക് എമർജൻസി കോൾസ്. എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കോൾസ് വരുമ്പോൾ
നമുക്ക് അത്രയും സേഫ്റ്റിയും അത്രയും സെക്യൂരിറ്റിയും നമുക്ക് മൊബൈൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ അബ്യൂസിൽ എന്ത് ചെയ്താം, വേസ്റ്റസ് ടൈം, നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. എക്സസീവ് യൂസ് ലീഡ്സ് ടു അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസി, നമുക്കത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവിടെ അതിന് അഡിക്ഷൻ ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. കോൺസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ കാൻ ഡിസ്ട്രപ്റ്റ് ഫോക്കസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, അതുപോലെ നമ്മുടെ ഫോക്കസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമുക്കൊരു അത്രയും പ്രൊഡക്റ്റീവ് ആവാൻ ചില സമയത്ത് പറ്റാറില്ല മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കാരണം. ഓവർ യൂസ് ക്യാൻ റിസൾട്ട് ഇൻ സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് റിഡ്യൂസ്ഡ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, അതുപോലെ ഒരു സോഷ്യൽ ഐസൊലേഷൻ അഥവാ നമ്മൾ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കും, നമുക്ക് സോഷ്യലായിട്ടൊന്നും നമ്മൾ ഇറങ്ങി പോയി ചെയ്യാറില്ല. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനും കുറയും. പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം ക്യാൻ കോസ് ഐ സ്റ്റെയർ ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ്, അതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ സ്റ്റെയർസ് അഥവാ ഐക്ക് പ്രോബ്ലം ഉണ്ടാവുകയും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനും കാരണമാകും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള യൂസും അബ്യൂസും എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് നിങ്ങളുടെ പോയിന്റും കൂടെ ഇതിൽ എഴുതി ചേർക്കാം. നെക്സ്റ്റ് 6th വണ്ണാണ്, സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്. സാറ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു വാഷിംഗ് മെഷീന് വാങ്ങി. അൺഫോർച്ചുനേറ്റ്ലി, പക്ഷേ നിർഭാഗ്യവശാൽ ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്, അത് അതിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഹിയർ ഈസ് എൻ ഇമെയിൽ സെൻഡ് ടു ദ കമ്പനി ടു ഗെറ്റ് ഹിയർ റിപ്പയർഡ്. അപ്പോൾ നമുക്ക് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ അയക്കണം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ ടു കൊടുക്കണം, നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് കൊടുക്കണം ഇമെയിൽ അയക്കുമ്പോൾ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, സർ ഓർ മാഡം. ഓക്കെ, അപ്പോൾ ഇവിടെ സർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഐ പർച്ചേസ്ഡ് എ വാഷിംഗ് മെഷീൻ, ഞാൻ ഒരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തിരുന്നു ഫ്രം യുവർ കമ്പനി, നിങ്ങളുടെ കമ്പനിയിൽ നിന്നും എ ഫ്യൂ വീക്സ് എഗോ, കുറച്ച് വീക്സുകൾക്ക് മുമ്പ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ, പക്ഷേ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കൈൻഡ്ലി അറ്റൻഡ് ടു ഇഷ്യൂ അറ്റ് ദ ഏർലിയസ്റ്റ്, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ് ആർ അറ്റാച്ച്ഡ്, ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ഒക്കെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് സാറ എന്നും പറഞ്ഞുകൊണ്ടാണ് മെയിൽ അയച്ചിട്ടുള്ളത്. ഇനി റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട്, പക്ഷേ റിക്കി ഇത് സാറയാണല്ലേ, റിക്കി നമ്മുടെ വാഷിംഗ് മെഷീൻ റോബോട്ടിനെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് പറയാണ്. ബട്ട് ദേ ഡിഡൻറ്റ് ലിസൺ ടു ഹിം, പക്ഷെ അവരൊന്നും റിക്കി പറയുന്നതൊന്നും കേൾക്കുന്നില്ല. So he decided to register a complaint through email with the robot manufacturing company asking them to replace the misprogrammed robot. അങ്ങനെ റിക്കി വിചാരിക്കുകയാണ്, ഇനി ഞാൻ ഇവരുടെ കമ്പനിക്ക് ഒരു മെയിൽ അയച്ചു നോക്കട്ടെ, ഇതിന് മിസ്പ്രോഗ്രാംഡ് ആയ റോബോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കാനാണ് നിൽക്കുന്നത്. ഹെൽപ്പ് ഹിം പ്രിപ്പയർ ആൻ മെയിൽ, അപ്പോൾ നമ്മൾ റിക്കിയെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം ഈ ഒരു ഇത് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രം എന്ത് കൊടുക്കണം, ഫ്രം റിക്കിയുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ricky@gmail.com എന്ന് കൊടുക്കാം. ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റോബോട്ട് manufacturer@gmail.com എന്ന് എന്തെങ്കിലും കൊടുക്കാം. സബ്ജക്റ്റ് എന്ത് കൊടുക്കാം, മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. ഓക്കെ, ഇനി ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ് യു വെൽ, നിങ്ങളിതിനെ നന്നായി കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് ടോപ്പിക്കിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് റിക്കി, ഐ റീസെൻ്റ്ലി പർച്ചേസ്ഡ് വൺ ഓഫ് യുവർ റോബോട്ട് മോഡൽ RPT 5000 to assist with household tasks. Unfortunately, I am experiencing significant issues with its program. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ പേരിൽ ഈ മോഡലിലുള്ള ഒരു റോബോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് എന്തൊക്കെയോ തകരാറ് പോലെ തോന്നുന്നുണ്ട് അതിൻ്റെ പ്രോഗ്രാമിൽ, അതിൻ്റെ പെർഫോമൻസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിക്കി ഇമെയിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത 7th one, complete the following crossword puzzle related to household chores following the directions given. താഴെ തന്നിട്ടുള്ള ഡിറക്ഷൻസിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് എഴുതി കൊടുക്കുകയാണ്, ഈ ക്രോസ്വേഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, ക്ലീൻ വിത്ത് വാട്ടർ. അതിനെന്താ നമ്മൾ പറയുക, ക്ലീൻ വിത്ത് വാട്ടർ എന്ന് പറഞ്ഞാൽ വാഷാണ് അവിടെ. ഇനി ഫ്രീ ഫ്രം ഡേർട്ട്, അവിടെ എന്തായിരിക്കും, ഫ്രീ ഫ്രം ഡേർട്ട് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലീൻ എന്നാണെന്നല്ലേ, ഓൾറെഡി നമ്മുടെ പസിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലീൻ ആണെന്ന്. 4th വൺ, തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ. ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന തിങ്സിൻ്റെ പേരെന്താണ്, മോപ്പ് എന്നാണ്. ഓക്കെ, മോപ്പ്. ഇനി ഡൗൺ എന്തൊക്കെയാണ്, ക്ലീനിങ് വിത്ത് എ ബ്രൂം, അതിന് നമ്മൾ എന്താ പറയുന്നത്, ക്ലീനിങ് വിത്ത് എ ബ്രൂം എന്നതിനെ സ്വീപ്പ് എന്ന് പറയും.
കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് എ റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്, അതിന് നമ്മൾ ചോപ്പ് എന്ന് പറയും. ഓക്കെ, ചോപ്പ് ചെയ്യുക എന്നാണ് നമ്മളൊരു നിശ്ചിത ഇതിൽ പീസ് കട്ട് ചെയ്യുന്നതിനെ ചോപ്പ് ചെയ്യുക എന്നാണ് പറയാറ്. ഇനി 8th one, Ricky's mother wanted him to do various household chores. Here is what she keeps tell him. എന്തൊക്കെയാണ് റിക്കിയുടെ അമ്മക്ക് റിക്കിയോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഇവിടെ കാണാം. റിക്കി കീപ്സ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. Ricky put your clothes in the washing machine. Ricky wash your tiffin. Ricky iron your t-shirt and trousers. ഇതൊക്കെയാണ് റിക്കിയുടെ അമ്മ റിക്കിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ അല്ലേ. ഇനി യുവർ പാരൻസ് ടു മൈറ്റ് ഹാവ് ആസ്ക് യു ടു ഡു certain തിങ്സ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറയാറുണ്ട്. റൈറ്റ് എ ഫ്യൂ ഓഫ് ദം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളിവിടെ എഴുതണം. എന്തൊക്കെ പറയാം? കീപ് യുവർ റൂം ആൻഡ് ബെഡ് ടൈഡി, സെറ്റ് ദ ടേബിൾ ഫോർ ഡിന്നർ, സോർട്ട് ദ ഫോർ ദ ഡ്രസ്സസ്, ഓർഗനൈസ് യുവർ ടോയ്സ് അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ പാരൻസ് നമ്മളുടെ അടുത്ത് പറയാറുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളിവിടെ എഴുതി കൊടുക്കാം. ഇനി ഇതിലെ ബി, ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറയാറ്? ഫിൽ ഇൻ ദ ഫോളോയിങ് ടേബിൾ ബൈ ഗിവൺ സം എക്സാമ്പിൾസ്. വൺ ഈസ് ഡൺ ഫോർ യു. നിങ്ങളുടെ എക്സാമ്പിൾ അനുസരിച്ച് എഴുതുക. ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്താണ്? മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. എൻ്റെ ലഞ്ച് പാക്ക് ചെയ്യുന്നതിന് എന്നെ ഹെൽപ്പ് ചെയ്യാമോ? ഇനി എന്തൊക്കെ പറയാം? മോം കുഡ് യു പ്ലീസ് അയൺ മൈ ഷർട്ട്. നിങ്ങൾ എൻ്റെ ഷർട്ടൊന്ന് അയൺ ചെയ്യുമോ? ഡാഡ് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ മാത്ത് ഹോംവർക്ക്. എൻ്റെ മാത്ത് ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ? കുഡ് യു ഹെൽപ്പ് മീ ഫിക്സ് മൈ ബൈസിക്കിൾ ഡാഡ്. എന്താണ്? എൻ്റെ സൈക്കിൾ ഫിക്സ് ചെയ്യാൻ ഡാഡ് എന്നെ ഹെൽപ്പ് ചെയ്യുമോ? മോം വിൽ യു റീഡ് മി എ ബെഡ് ടൈം സ്റ്റോറി ടു നൈറ്റ്. എന്താണ്? ഇന്ന് രാത്രി എനിക്ക് സ്റ്റോറി റീഡ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് എങ്ങനെയാണോ എന്ന് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ലുക്ക് അറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറി. നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. എന്താണ്? അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഓടി. ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. എന്താണ് ഇത്? ഈ ബട്ട്ലർ റോബോട്ട് ഫോൾട്ടിയാണ്, തെറ്റ് ചെയ്യുന്നതാണ്. ഹി ഹാസ് എ ഫ്ലിറ്റ് മൈ തിങ്സ്. ഇത് എൻ്റെ എല്ലാ സാധനങ്ങളും എടുക്കുകയാണ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി, ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. എന്താണ്? ഇതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ചീത്തയായ രീതിയിലാണ്. ഇതിനെ നമുക്ക് തിരിച്ചയക്കാമെന്ന് പറയുന്നത്. നോട്ട് ദ സെൻറ്റൻസ് ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഇതിൽ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഇത് ഫോൾട്ടിയാണ്. ഹി ഹാസ് ഫിൽറ്റ് മൈ തിങ്സ്. ഇത് എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നത് അവരിതിനെ ബാഡായിട്ടാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത്. സെൻറ്റൻസസ് ലൈക്ക് ദ അബവ് റെഫർ ടു ആൻ ആക്ഷൻ കംപ്ലീറ്റഡ്. എന്താണ് ഇവിടെ ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത്? ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പാസ്റ്റ് ഹാവിങ്. എവിടെ? പാസ്റ്റിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് റെലവൻസ് ഇൻ ദ പ്രസൻറ്റ്. പക്ഷേ ഇത് ഇന്ന് പ്രസൻറ്റിലും അത് റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നു. കാരണം ഇത് ഫോൾട്ടിയാണ്, പക്ഷെ ഇപ്പോഴും അത് റെലവൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ട്രൈ ടു ഫൈൻഡ് ദി സെൻറ്റൻസസ് ഓഫ് എ സിമിലർ പാറ്റേൺ ഫ്രം ദ പാരഗ്രാഫ് ഗിവൺ ബിലോ. റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് ഗിവൺ. അപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫ് തന്നതിലും ഇതുപോലെയുള്ള സെൻറ്റൻസുകളുണ്ട്. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസേഴ്സ് പറഞ്ഞു തരാം. കൂട്ടുകാർ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്. ഐ ഹാവ് ലിവ്ഡ് ദർ ഫോർ 30 ഇയേഴ്സ്. 30 ഇയേഴ്സ്. ഞാനിവിടെ 30 വർഷമായിട്ട് ജീവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് പാസ്റ്റും ആണ് പ്രസൻറ്റും ആണ്. സെക്കൻഡ് വൺ, ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. ഞാൻ എപ്പോഴും ഈ സ്ഥലത്തെ എൻ്റെ ഹോം ആയിട്ടാണ് നോക്കിക്കാണുന്നത്. ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു ക്യാൻ നോട്ട് എക്സ്പെക്ട് ടു ഹാവ് എവറിത്തിങ് യു ലൈക്ക് ടു ഹാവ്. നിനക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതൊന്നും നീ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നു. ഐ തിങ്ക് യു ടു ഹാവ് എ റിയലൈസ്ഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു അത് നീയും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരമാണ് ഇതിൽ ഇതുപോലെ റിപ്പീറ്റ് അല്ല, പാസ്റ്റിലും പ്രസൻറ്റിലും റെലവൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 10th ആക്ടിവിറ്റി ആണ്. യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സം പോസ്റ്റേഴ്സ് വൈൽ ഒബ്സർവിങ് എൻവയോൺമെൻറ്റ് ഡേ. എൻവയോൺമെൻറ്റ് ഡേയുടെ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ലുക്ക് അറ്റ് ദീസ് സാമ്പിൾ പോസ്റ്റേഴ്സ്. ഇവിടെ സാമ്പിൾ പോസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ, പ്ലാന്റ് എ ട്രീ ആൻഡ് ആഡ് എ ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദ ഫോളോയിങ്. താഴെയുള്ള പോസ്റ്റേഴ്സിനെ
ഈ പോസ്റ്റേഴ്സിനെ ഒന്ന് അനലൈസ് ചെയ്യുക. അതിൻ്റെ കണ്ടൻറ്റ്, പിക്ചർ, ഗ്രാഫിക്സ്, ഇല്ലുസ്ട്രേഷൻ, ലേഔട്ട്, മെസ്സേജ് ഇവയൊക്കെ നോക്കുക. വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്? എന്താണ്? ഇത് ടു എഡ്യൂക്കേറ്റ്, നമ്മളെ മനസ്സിലാക്കാൻ, എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ടു ഇൻഫോം, നമ്മളെ അറിയിക്കാൻ, അതുപോലെ ടു അഡ്വർടൈസ്, എന്താണ്? നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് എന്ന രീതിയിൽ ഈ 3 ഫങ്ഷൻസ് ആണ് ഈ പോസ്റ്റേഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി കളർ സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗീവ് സം എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങളെടുത്ത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി ഇതിലെ ബി ചോദ്യം, പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റിനെ യൂസ് ചെയ്യുമ്പോഴുള്ള മിസ്യൂസ്, അതിനെ മിസ്യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന രീതിയിൽ കുറച്ച് സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിവിടെ തന്നിട്ടുണ്ട്, ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. നിങ്ങളുടെ ഔട്ട്ഡോർ ഗെയിംസ് അതിന് പകരമായിട്ട് ഒരിക്കലും നിങ്ങൾ ഗാഡ്ജറ്റിനെ യൂസ് ചെയ്യരുത്. ഇനി എന്താ എഴുതാം? ഡിസ്കണക്ട് ടു റീകണക്ട്, ലിമിറ്റ് സ്ക്രീൻ ടൈം. എന്താണ്? നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും റീകണക്ട് ചെയ്യുക. ലിമിറ്റ് സ്ക്രീൻ ടൈം കുറയ്ക്കുക. ടു മച്ച് ടെക്, ടൈം ടു റിഫ്ലക്റ്റ്. സ്ക്രീൻസ് ഓഫ്, ലൈഫ് ഓൺ. ബാലൻസ് യുവർ ഗാഡ്ജറ്റ് യൂസ്. ഐസ് ഓൺ ലൈഫ്, നോട്ട് ഓൺ സ്ക്രീൻസ്. അൺപ്ലഗ് ആൻഡ് അൺവൈൻഡ്. Say no to gadget overload. Reduce screen glare. Show your care. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്ലോഗൻസ് എഴുതി കൊടുക്കാം. ഇനി ഇതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി, ആസ് ഇൻ റിക്കീസ് ഹോം വി യൂസ് എ നമ്പർ ഓഫ് ഗാഡ്ജറ്റ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. റിക്കിയുടെ വീട്ടിൽ നമ്മുടെ വർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദേ എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈൻ അസ് ടു. അത് എഡ്യൂക്കേഷൻ പരമായിട്ടും എൻ്റർടൈമായിട്ടും നമുക്കൊക്കെ ഉപകാരമാണ്. ബട്ട് ഓഫ്റ്റൻ ദേ ആർ മിസ്യൂസ്ഡ്. പക്ഷേ ആ സമയം തന്നെ അതിനെ പലപ്പോഴും, എല്ലായ്പ്പോഴും അതിന് ഗുണം മാത്രമല്ല അതിനെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്. അപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിനെ മിസ്യൂസ് ചെയ്യുന്നത് പരമായിട്ട് ഒരു പോസ്റ്റർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ പിക്ചറൊക്കെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എന്തെങ്കിലും കോഡ്സ് എഴുതുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.